ഐശ്വര്യ എം ജയശ്രീ വ്ളോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം പരിശോധിക്കാം. ആധുനിക കേരളത്തിൻ്റെ ആത്മീയ ശില്പിയാണ് ശ്രീനാരായണ ഗുരു. ആത്മീയ പ്രബോധകൻ മാത്രമായിരുന്നില്ല ഗുരുദേവൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസക്തി. ഭൗതിക മാറ്റവും സാമൂഹ്യ നവോത്ഥാനവും ഉണ്ടായാൽ മാത്രമേ ആത്മീയത നിറം തെളിഞ്ഞു വിളങ്ങൂ എന്ന് അദ്ദേഹം ദർശിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയതും പുലപ്പേടി, മണ്ണാപ്പേടി, കുരുതി തുടങ്ങിയ അനാചാരങ്ങൾ നിർത്തിച്ചതും. തിരണ്ട് കല്യാണം ഒഴിവാക്കിയതും SNDP യോഗം സ്ഥാപിച്ചതും വിഗ്രഹത്തിൽ തുടങ്ങി കണ്ണാടി പ്രതിഷ്ഠയിൽ ക്ഷേത്ര നിർമ്മാണം ഗുരുദേവൻ അവസാനിപ്പിച്ചു. താലികെട്ട് കല്യാണത്തെ പ്രോത്സാഹിപ്പിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മാനവ ദർശനം അതുല്യമായി നിലനിർത്തി. അനാചാരങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ ഒരു ജനതയെ സാംസ്കാരിക നവോത്ഥാനത്തിലേക്ക് ഗുരുദേവൻ കൈപിടിച്ചു നടത്തി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ഗുരുദേവൻ വളരെ അർത്ഥവത്തായിട്ടാണ് പ്രസ്താവിച്ചത്. അറിവിലൂടെ അജ്ഞാനം നീങ്ങുമ്പോഴാണ് സ്വന്തം അവസ്ഥയെക്കുറിച്ച് ഒരാൾക്ക് ബോധം ജനിക്കുക. ഒരാൾ ക്രമേണ ഒരു സമൂഹമാകുമെന്ന് അദ്ദേഹം ഊഹിച്ചു. ആ ഊഹം ശരിയായി. മറുതയും മാടനും കാളിയും കൂളിയും ആരാധനാപാത്രങ്ങൾ, ചാരായവും മാംസവും നൈവേദ്യ വസ്തുക്കൾ. 1900-ലും ഈ പ്രാകൃതത്വം ഗുരുദേവനിൽ അസഹിഷ്ണുത വളർത്തി. ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിനും വിഗ്രഹ പ്രതിഷ്ഠയ്ക്കും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇതാവാം. ശരിയായ ദേവതാ വിഗ്രഹങ്ങളും അനുഷ്ഠാന രീതികളും അവർണർക്ക് കൂടി ബാധകമാകും വിധം നിലവിൽ വന്നാൽ അത് ആത്മീയ നവോത്ഥാനമാകുമെന്ന് ഗുരുദേവൻ പ്രതീക്ഷിച്ചു. മഹത്തുക്കളുടെ ചിന്തയ്ക്കനുസരിച്ച് സംഭവങ്ങൾ വരുമല്ലോ. എന്താണോ ഗുരുദേവൻ കരുതിയത് അതുപോലെ വന്നു ഭവിച്ചു. ഭൗതിക നവോത്ഥാനവും ആത്മീയ നവോത്ഥാനവും ഒന്നിച്ചു പോകേണ്ടതാണെന്ന് ഗുരുദേവന് തോന്നി. കുട്ടിക്കാലത്ത് ജാതി നിയമങ്ങളെ ധിക്കരിച്ചത് അത് പരിഷ്കരിക്കാൻ വേണ്ടിയായിരുന്നു. ഭൗതികനായ ഒരു ശാസ്ത്രജ്ഞനെ പോലെയായിരുന്നു ഗുരു. ഏതു കാര്യവും കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലനിർത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം. ജാതി ഭീകരത തളം കെട്ടിയ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയത്തോട് ഉപമിച്ചു. ജാതി വ്യവസ്ഥ കേവലം മനുഷ്യനുണ്ടാക്കിയത് മാത്രം. അത് തച്ചുടയ്ക്കുമ്പോഴാണ് മനുഷ്യൻ മാനവനായി മാറുന്നത്. ഗുരുദേവൻ സംഘടന കൊണ്ട് ശക്തരാകാൻ പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു ഭൗതിക ഗുണമുണ്ടായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശത്തിൻ്റെ പൊരുളും അത് തന്നെ. കേരളത്തിന് കെടാവിളക്കായ ഗുരുദേവൻ ജനിച്ചത് 1856 ആഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലായിരുന്നു. അമ്മയുടെ പേര് കുട്ടിയെന്നും പിതാവിൻ്റെ പേര് മാടനാശാൻ എന്നുമായിരുന്നു. നാരായണൻ എന്നാണ് അച്ഛനിട്ട പേര്. നാണു എന്നൊരു ഓമന പേരും ഉണ്ടായിരുന്നു. 1877 ഗുരുകുല സമ്പ്രദായത്തിനുള്ള ഉപരിപഠനം പൂർത്തിയാക്കി. നാരായണൻ്റെ വിരക്തമായ ജീവിതം കണ്ട് ബന്ധുക്കൾ അദ്ദേഹത്തെ വിവാഹത്തിന് പ്രേരിപ്പിച്ചു. ആ ബന്ധം നീണ്ടു നിന്നില്ല. 1885 പിതാവ് മരിച്ചു, അമ്മയും മരിച്ചു. ഈ മരണങ്ങൾ ഗുരുദേവൻ്റെ ലൗകിക ബന്ധത്തിൻ്റെ കണ്ണികൾ അറുത്തുമാറ്റി. വിവാഹം കേവലം ആചാര നടത്തിപ്പ് എന്ന് മാത്രമായപ്പോൾ ആ സാധി തന്നെ ഗുരുദേവനെ മോചിതനാക്കി. നാരായണ ഗുരുവിൻ്റെ ഹൃദയമറിഞ്ഞപ്പോൾ അദ്ദേഹത്തോടൊപ്പം ലൗകിക ജീവിതം അസാധ്യമെന്നവർ കരുതി. അതാണ് മഹത്വലക്ഷണം.
ചിന്തയിൽ ബന്ധിതനും ആത്മജ്ഞാനത്തിൽ നിറകുടവുമായ നാരായണൻ അവധൂതനായി സഞ്ചരിച്ചു. സഞ്ചാരം പല വഴികളിലേക്ക് നീണ്ടു. ലഭിക്കുന്നതുകൊണ്ട് തൃപ്തനായി. ആരെയും ധിക്കരിക്കില്ല, ഞാൻ എന്ന് ഉപയോഗിക്കുകയില്ല, ഒന്നിലും നിർബന്ധമില്ല. എവിടെയും കിടന്നുറങ്ങും. കയ്യിലൊരു നീണ്ട വടി, ഒരു കരത്തിൽ പാത്രം. ഇങ്ങനെ സഞ്ചരിച്ച ഗുരുദേവൻ ആൾപ്പാർപ്പില്ലാത്ത പല സ്ഥലത്തും അന്തിയുറങ്ങി. പൂജ തെറ്റി നടക്കുന്ന അമ്പലത്തിണ്ണകളിൽ രാത്രി കഴിച്ചുകൂട്ടി. സ്വയം അറിയുവാനുള്ള യാത്രയായിരുന്നു അത്. ആ യാത്രയിൽ ഉൾവിളി മുഴങ്ങി. ഗുരുദേവനിൽ ആത്മീയ ചൈതന്യം പ്രകാശിച്ചു. ഭൗതികത മങ്ങി. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നതോടെ ഗുരുദേവൻ തനിക്ക് ലഭിച്ച ആത്മീയ ദർശനം സഹചാരികൾക്ക് കാഴ്ചവെച്ചു. ആത്മീയത നിഗൂഢ സ്വത്വമല്ലെന്നും അത് പകർന്നു നൽകേണ്ടതാണെന്നും ഗുരുദേവൻ വിശ്വസിച്ചു. അരുവിയിൽ നിന്ന് മുങ്ങിയെടുത്ത പാറക്കല്ല് ഈഴവ ശിവനായി പ്രതിഷ്ഠ പൂണ്ടപ്പോൾ വീണുടഞ്ഞത് ജാതിയുടെ കോട്ടയായിരുന്നു. ജാതിഭേദമില്ലാതെ ആർക്കും പ്രവേശിക്കാം എന്ന് ഗുരുദേവൻ കുറിച്ചിട്ടപ്പോൾ അത് സർവമത ശാലയായി തീരുകയായിരുന്നു. സ്വന്തം സമുദായക്കാർ തന്നെ നടത്തിയിരുന്ന നിണബലി അദ്ദേഹം നിരോധിച്ചു. ഗുരുദേവൻ സഞ്ചരിച്ചു. ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉപദേശിച്ചു. ഓരോ ക്ഷേത്രത്തോടൊപ്പവും പള്ളിക്കൂടങ്ങളും സ്ഥാപിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ആ വളർച്ച സംഘടനയുടെ തലത്തിലായി. 1903 മേയിൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചു. 1904 ആശാന്റെ പത്രാധിപത്യത്തിൽ വിവേകോദയം മാസിക പുറത്തിറങ്ങി. ഗുരുദേവൻ കുമാരനാശാനെ ഉപരിപഠനത്തിനയച്ചു. യാഥാസ്ഥിതിക ക്ഷേത്രസങ്കല്പങ്ങൾ ഗുരുദേവൻ തച്ചുടച്ചു. 1907 ജഗന്നാഥ പ്രതിഷ്ഠ നടത്തി. തലശ്ശേരിയിലായിരുന്നു അത്. ശിവഗിരിയിൽ ശാരദാമഠത്തിന് ആരംഭം കുറിച്ചത് 1909 1913 ആലുവയിൽ ആശ്രമം സ്ഥാപിച്ചു. ഇതിനകം ഗുരുദേവന്റെ പ്രവർത്തനങ്ങൾ ഭാരതമെങ്ങും അറിയപ്പെട്ടു. തികഞ്ഞ സംസ്കൃതജ്ഞാനിയായിരുന്നു ഗുരുദേവൻ. തമിഴിലും പാണ്ഡിത്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഗുരുദേവന്റെ കാലത്ത് തന്നെ അനേകം നവോത്ഥാന പരിശ്രമങ്ങൾ കേരളത്തിൽ നടന്നു. അതിൻ്റെ ഫലമായി മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും അദ്ദേഹത്തെ കണ്ട് സംഭാഷണം നടത്തി. വൈക്കം സത്യാഗ്രഹം ഗുരുദേവന്റെ ഭൗതിക വിജയം തന്നെയാണ്. കേരളത്തെ ആത്മീയമായും ഭൗതികമായും നയിച്ച പുരുഷനാണ് ശ്രീനാരായണ ഗുരു. ചരിത്രപരമായി ആ കാലഘട്ടം ഗുരുദേവനെ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നു. ഏവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം ലഭിക്കുക എന്നത് നിസ്സാരമല്ല. കാലഘട്ടത്തിന് മുമ്പേ സഞ്ചരിക്കുകയും കാലഘട്ടത്തെ തന്നോടൊപ്പം നിർത്തുകയും ചെയ്ത ഗുരുദേവൻ 1928 സമാധിയായി.